വാച്ച്മാൻ ചാപ്റ്റർ 2 ഈ വർഷം തന്നെ ആയിരുന്നു വാച്ച്മാൻ ചാപ്റ്റർ 1 റിലീസായിട്ടുള്ളത്. ഒരു അനിമേറ്റഡ് സിനിമയാണ്, 1.5 മണിക്കൂറുള്ള ഒരു സിനിമ. 2009 റിലീസായിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ സിനിമയുണ്ട് വാച്ച്മാൻ എന്ന് പറയുന്നത്. DC-യുടെ തന്നെ സിനിമയാണ്. സാക്ക് സ്നൈഡറാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് ഒരുപാട് പേരൊന്നും സിനിമയെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് DC-യുടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു പോസ്റ്റാണ് ഈ വാച്ച്മാൻ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു DC സൂപ്പർ ഹീറോസിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഡാർക്കർ ഷെയ്ഡുള്ള സൂപ്പർ ഹീറോസിനെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇപ്പം റൊഷാക്ക് ആയാലും ഡോക്ടർ മാൻഹാട്ടൻ ആയാലും കൊമേഡിയൻ ആയാലും സിൽക്ക് സ്പെക്ടർ ആയാലും നൈറ്റ് ഔൾ ആയാലും എല്ലാവരും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്ന. അതിൽ പ്രത്യേകിച്ച് കൊമേഡിയൻ റൊഷാക്കൊക്കെ കുറച്ച് ഡാർക്കാണ്. മാൻഹാട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ട. മാൻഹാട്ടനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ഗോഡായിട്ടാണ്, ഒരു മിനി ഗോഡായിട്ട് തന്നെയാണ് ഈ മാൻഹാട്ടനെ, ഡോക്ടർ മാൻഹാട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺസിഡർ. അതായത് പുള്ളിക്ക് ടൈം സ്പേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ടെലിപ്പോർട്ടേഷൻ പറ്റും. അതായത് DC-യുടെ എല്ലാ സൂപ്പർ ഹീറോസിനെയും കൂടെ കൊണ്ടുവന്നാലും പുള്ളിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവരെ എല്ലാം തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഇറ്റ്സ് എ ഗോഡ്. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഡോക്ടർ മാൻഹാട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 2009 ഇറങ്ങിയ ആ ഒരു സെയിം വാച്ച്മാൻ സിനിമയുടെ അതേ സ്റ്റോറി ഒരു അനിമേഷൻ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. സെയിം സ്റ്റോറിയാണ്, വലിയ വ്യത്യാസമൊന്നും. എനിക്ക് ആ ഒരു സിനിമ 2.25-3 മണിക്കൂറോളം ഉണ്ട്. ഈ ഒരു 2 പാർട്ടും കൂടെ കൂടുമ്പോഴും അത്രയും സമയം വരും. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ, അതായത് 2024 ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ വന്നിരുന്നുണ്ടെങ്കിൽ അത് കിടിലമായിരുന്നേനെ. അതായത് 2009 വാച്ച്മാൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാവുന്നതാണ്, DC-യുടെ പല സിനിമകളും കുറച്ച് ഡ്രാമയാണ്. അപ്പോൾ അതേപോലെ ഡ്രമാറ്റിക്കായിട്ട് പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമ കാണുന്ന ഒരു ഫീലോ കിട്ടാത്തൊരു സിനിമയായിരുന്നു വാച്ച്മാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര രസമാണ്. അതായത് ഒരു മാസ്ക്ഡ് കില്ലർ ഈ സൂപ്പർ ഹീറോസിനെ ടാർഗറ്റ് ചെയ്ത് വരുന്നു. കുറേ സൂപ്പർ ഹീറോസിനെ കൊല്ലുന്നു. അത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു 1980-കളിൽ നടക്കുന്ന കഥയാണ്. സിനിമ മെയിനായിട്ടും നമ്മളുടെ റൊഷാക്കിൻ്റെ ഒരു ജേണലാണ്, റൊഷാക്കിൻ്റെ ഒരു മോണോലോഗിൽ കൂടെയാണ് പോകുന്നത്. റൊഷാക്ക് ജേണൽ എഴുതുന്ന എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ് പുള്ളിക്കാരൻ. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്യാരക്ടറാണ് റൊഷാക്കിൻ്റെത്. പുള്ളി ഒരു ജേണൽ എഴുതുന്ന രീതിയിൽ പുള്ളി ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. നറേഷൻ രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു മാസ്ക്ഡ് കില്ലർ എന്തിനാണ് സൂപ്പർ ഹീറോസിനെ കൊല്ലുന്നത്? അത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ കൊല്ലുന്നു. അപ്പം നൈറ്റ് ഔളും റൊഷാക്കും കൂടെ ആരാണ് ഈ ഒരു മാസ്ക്ഡ് കില്ലർ എന്ന് അന്വേഷിച്ച് പോകുന്നതും അത് റിവീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അൺവീൽ ചെയ്യാനായിട്ട് പോകുന്നതും ഈ ജോൺ അല്ലെങ്കിൽ മാൻഹാട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ഭയങ്കര പവർഫുള്ളൊക്കെയാണ്. അപ്പം ആ ഒരു സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഒരു ട്രൂത്ത് അൺവീൽ ചെയ്ത് കഴിയുമ്പം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, അതായത് ഇത് എന്താണ് സംഭവിച്ചതെന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് പീസ് ഇല്ലാതെയാകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത്. പക്ഷേ റൊഷാക്ക് അതിന് സമ്മതിക്കാതിരിക്കുന്നതും ഈ റൊഷാക്കിൻ്റെ ജേണലിൽ വേറൊരാൾ കിട്ടുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി. പക്ഷേ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയിലില്ല, 2009 ഇറങ്ങിയ സിനിമയിലില്ലാത്ത കുറേ കാര്യങ്ങൾ കുറച്ചും കൂടെ വലുതാക്കി കുറച്ചും കൂടെ ഒന്ന് വലിച്ചു നീട്ടിയാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 പാർട്ടായിട്ട് ഇറക്കിയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ DC സിനിമയാണ്, കുറച്ച് ഡ്രാമയാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോൾ ഓക്കെ ഇനി ഇതായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2009 ആ സിനിമയുടെ സെയിം എക്സാക്ട് സീൻസൊക്കെ തന്നെയാണ് ഇതിനകത്ത് ക്ലൈമാക്സിൽ വരുന്നത്. അപ്പം ഞാനിത് കണ്ടിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഈ വാച്ച്മാൻ്റെ ലൈവ് ആക്ഷൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇതന്ന് ഞാൻ കണ്ട സാധനം, ഞാൻ ഇത് റിപ്പീറ്റ് ആവും അല്ലല്ലോ അല്ലേന്ന് എനിക്കൊരു തോട്ട് വന്നു. അതായത് ഞാൻ അന്ന് കണ്ട സിനിമ തന്നെയാണോ ഇതെന്നൊരു സാധനം വന്നു. പിന്നെയാണ് ഞാൻ നോക്കുമ്പം രണ്ടും സെയിം സ്റ്റോറിയാണ് എന്നുള്ളത് പിന്നെ പോയി കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും കണ്ടു നോക്കുക, കുറേയധികം ഡിഫറൻസുകളുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഓരോ പെർസ്പെക്റ്റീവൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റൊഷാക്കിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ കൂടുതലും പോകുന്നത്. പിന്നെ റൊഷാക്കിന് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ടീമിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇനി അതായത് പുതിയ DC വരുന്ന സമയത്ത് വാച്ച്മാനെയൊക്കെ എത്ര എക്സ്പ്ലോർ ചെയ്യുന്നൊന്നും അറിയില്ല. കാരണം DC കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാച്ച്മാൻ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിരിക്കും. ഇതൊരു വലിയ സ്കോപ്പുള്ള സ്റ്റോറിയാണ്, നമ്മൾ അധികം കാണാത്തൊരു സാധനം. ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സീരീസും ഈ സിനിമയും അല്ലാതെ വേറെ വാച്ച്മാനെ പറ്റിയിട്ട് സിനിമയോ സീരീസിലോ അനിമേഷൻസോ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കണ്ടു നോക്കുക നിങ്ങൾ വാച്ച്മാൻ ചാപ്റ്റർ 2. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്.